So, hello guys, welcome back to another new video for Al Apache Gaming. മച്ചാരെ നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സെയിം ഗെയിമായിട്ടുള്ള കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആയിട്ടാണ്. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. നമ്മളെ ബൂംസ്റ്റർ ബ്രോ എത്തിയിട്ടില്ല. ഗെയിമിന് കുറച്ച് ചെറിയ ചെറിയ ലാഗുകളുണ്ട്. ബ്രോ കുറച്ച് നേരം ഉണ്ടായിരുന്നു, പിന്നെ നെറ്റിന് എന്താ ഇഷ്യൂ വന്ന് അങ്ങനെ ബ്രോ പോയി. നാളെ ബ്രോ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ ഇട്ടിരുന്ന രാവിലെ ഉച്ചയ്ക്ക് ഇട്ടുന്നൊരു BMൻ്റെ വീഡിയോ എൻ്റെ ചാനലുണ്ട്, പിന്നെ ബ്രോയുടെ ചാനൽ ഒരെണ്ണം കിടപ്പുണ്ട്. ഞാൻ അസലായിട്ട് മലയൊക്കെ കയറുന്ന വീഡിയോ ബ്രോയുടെ ചാനലിൽ അത് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ അതൊന്ന് ചെന്ന് വാച്ച് ഔട്ട് ചെയ്തേക്കണം. പിന്നെ ബ്രോയുടെ ചാനൽ എല്ലാവരെയും കണ്ട് സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി വയ്ക്കണം. പിന്നെ ബ്രോയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ഇപ്പം എന്തായാലും എല്ലാം പറഞ്ഞ് ഞാൻ വലിച്ച് നീട്ടുന്നില്ല. നമുക്കപ്പോൾ നേരെ പരിപാടിയിലേക്ക് കിടക്കാം. ഇതാരൊരു BM ലൈറ്റൊക്കെ വെച്ച് എൻ്റെ മാത്രം ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എടുക്കാം. വണ്ടിക്ക് എന്തോ ഒരു പ്രശ്നം പോലെ നോക്കട്ടെ. ഓക്കെ, ഡ്രിഫ്റ്റിങ്ങിലായിരുന്നു കിടന്നത്. ഡ്രിഫ്റ്റിങ്ങിൽ നിന്ന് മാറ്റിയിട്ടും ഓക്കെ, റിയൽ വീൽ ഡ്രൈവിലേക്ക് മാറ്റി വണ്ടി. പിന്നെ എൻ്റെ ഇരിക്കണ ഇതൊരു ഓഫ് റോഡ് SUV ആണ്. നമുക്ക് അത്യാവശ്യം നന്നായി ഓഫ് റോഡൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരു പർപ്പസിന് വേണ്ടി പറ്റിയ ഒരു അടിപൊളി വണ്ടിയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഈ വണ്ടിയൊക്കെ വിടാം. പിന്നെ ഈ വണ്ടി സസ്പെൻഷൻ കൂട്ടിയിരിക്കുന്നതുകൊണ്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി തെന്നും. പിന്നെ ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വണ്ടിയാണ്. ഗെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാണ്, എൻജിനൊക്കെ മാറ്റിയിട്ട്. കാരണം നമ്മൾ BMലൊക്കെ എൻജിൻ മാറ്റി V12 കയറ്റിയിട്ട് നമ്മൾ ഓടിക്കും, നമുക്ക് അത്രയ്ക്ക് സ്പീഡ് തോന്നത്തില്ല. പക്ഷേ ഈ വണ്ടി ഓടിക്കാൻ നല്ല സ്മൂത്തായിട്ടുണ്ട്. അയ്യോ, വഴി മാറിപ്പോയി. ഒരു മിനിറ്റ് ഗൈസ്, വഴി ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം വഴി ക്ലിയറായി. അപ്പോൾ ഇനി നമുക്ക് നേരെ പറപ്പിച്ച് വിടാം. പോട്ടെ 20 പോണേ. ഓക്കെ, നമ്മൾ 20ലേക്ക് ലോക്ക് ആക്കിയാണ്. ഓക്കെ, നമ്മൾ ഇത്ര നേരം തെറ്റായ വഴിയിലാണ്, അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിനി നേരെ കറക്റ്റായിട്ടുള്ള വഴി പോകാം. അത് ജസ്റ്റ് സ്പീഡൊക്കെ ഒന്ന് കൂട്ടാം. ഓക്കെ, ഓരോ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് സെറ്റാക്കി വെക്കണം. അപ്പം നമുക്കപ്പോൾ ഇന്ന് പൊളിക്കല്ല മച്ചാന്മാരെ, പൊളിച്ചടുക്കണം. നമുക്ക് വേറെ ഒന്നുമല്ല, നമ്മൾ പൊളിച്ചടുക്കിയിരിക്കും, മാസമായിരിക്കും നമ്മൾ. വണ്ടിക്ക് ഇതെന്ത് പറ്റി? പോട്ട് വണ്ടി അനങ്ങട്ട്. അപ്പം വീഡിയോ കണ്ടിരുന്ന് സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണണേ മച്ചാന്മാരെ. അപ്പോൾ നമ്മളിന്ന് പോണ ചെറിയൊരു ഓഫ് റോഡ് അടിക്കാനാണ്. അതായത് CID മൂസ ജോയിൻ ആയിട്ടുണ്ടെന്നാണ് പറയണത്. പക്ഷേ നമ്മൾ അവനായിട്ട് അത്ര വലിയ കൂട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കൂട്ടാവും. നമ്മളെ ബൂംസ്റ്റർ ബ്രോ അവനായിട്ട് ഫ്രണ്ടാണെന്നാണ് പറയണത്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, നമുക്കപ്പോൾ നേരെ സ്പീഡ് വിടാം. നമുക്ക് വണ്ടിയുടെ സൗണ്ട് ജസ്റ്റ് ഒന്ന് കൂട്ടാം. അധികം വേണ്ട, നമുക്ക് സൗണ്ട് വേണ്ട. സൗണ്ട് ഇല്ലാതെ ഓട്ടിക്കണതാണ് നമുക്ക് നല്ലത്. ഓക്കെ, സൗണ്ട് കുറ അത്രയും സൗണ്ടൊന്നും വേണ്ട, എന്തായാലും കിടക്കട്ടെ. ഞാൻ എന്തായാലും വീഡിയോ ഇടുമ്പോൾ സൗണ്ട് എന്തായാലും കുറയ്ക്കും. കാരണം അത്രയും വലിയ സൗണ്ടൊക്കെ വെച്ചിട്ട് ഒരു കാര്യമില്ല വണ്ടിക്ക്. അപ്പം നമുക്ക് അത്യാവശ്യം സ്പീഡിലൊക്കെ ഓട്ടിക്കാം. പിന്നെ നെറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഈ റോഡൊക്കെ ഇങ്ങനെ പടം വരച്ച് വെച്ചിരിക്കണ പോലെ തോന്നുന്നത്. നെറ്റ് ഇഷ്യൂ ആണ് ഗൈസ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. തൊട്ടടുത്തായിട്ടൊരു ഓഫ് റോഡൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് ആണെങ്കിൽ ഓഫ് റോഡ് കയറാം. അയ്യോ ഇടിച്ച് ചത്ത്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ നാളെ ഞാനും ബ്രോയും തമ്മിൽ വീഡിയോ ഒക്കെ എടുക്കും. നാളെ ഞാൻ വീഡിയോ ഇടത്തില്ല, മറ്റന്നായിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത്. കാരണം നാളെ ഞാൻ സ്കൂളിൽ പോയിട്ട് വരുമ്പം അത്യാവശ്യം നന്നായി ലേറ്റാവും. കാരണം സ്പെഷ്യൽ ക്ലാസ്സൊക്കെ ഉള്ളതുകൊണ്ടേ. അപ്പോൾ നമുക്ക് നേരെ പിന്നെ വണ്ടി വിടാം. എനിക്ക് സ്പെഷ്യൽ ക്ലാസ് നൈറ്റ് വരെയാണ്. നൈറ്റ് ഒരു പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഒരു 9 മണി വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. 9 മണി 10 മണി വരെയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഒരു മരത്തിന് തട്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഈ വണ്ടി വേണമെങ്കിൽ ചാനലിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ശനിയാഴ്ച ചെറിയ ഗീവ് അവേ പോലെ ചെയ്യാം. നമുക്കപ്പം നിങ്ങൾക്ക് വേണ്ട വണ്ടിയൊക്കെ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഇതിലുള്ള വണ്ടിയൊക്കെയാണ് ഞാൻ തരും. പിന്നെ നിങ്ങൾ ചോദിക്കാതിരിക്കേണ്ട വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BMW M3 എന്തോണത്, ചോദിക്കാതിരുന്നാൽ മതി. ഈ വണ്ടിയൊക്കെ ഞാൻ വിചാരിച്ച ഓഫ് റോഡൊന്നും കയറൂലെന്ന്, റോക്കറ്റ് വിട്ടാലും ഈ വണ്ടി കയറി പോണു. എന്താ പറ്റി? ദിസ് വേൾഡ് ഈസ് എൻഡഡ് ഹിയർ. തേഞ്ഞൊട്ടി. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് നേരെ എങ്ങോട്ട് പോകും? ഇപ്പം പോകാൻ ഏതെങ്കിലും ഒരു സ്ഥലം വേണ്ടേ നമുക്ക്? എല്ലാവരും അവിടെ ഇവിടേക്കൊക്കെ ഇറങ്ങി ഇപ്പോൾ ഉണ്ട്. നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ ഇറങ്ങാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മുകളിൽ ചെറിയ ചെറിയ മെസ്സേജൊക്കെ വരും, അതെനിക്ക് ചെറുതായിട്ട് വായിക്കണൊക്കെ ചെറിയ ശീലമുണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, നമുക്കിനി ഇവിടെ നേരെ പറപ്പിച്ച് വണ്ടി വിടാൻ നോക്കാം. കാരണം നമുക്കിന്നൊരു 15 മിനിറ്റ് കൊണ്ടൊക്കെ തീർക്കാൻ നോക്കാം നമുക്ക് വീഡിയോ. കാരണം അത്യാവശ്യം ലോങ് വീഡിയോ ആണിത്. കാരണം മറ്റേ പാട്ടില്ലായിരുന്നെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്യേണ്ടായിരുന്നു. കാരണം ഇൻട്രോ ചെയ്യാൻ നേരത്തെ ഒരു പാട്ട് കൊടുക്കത്തില്ലേ, ചാനലിൻ്റെ പേരെ കൊടുത്ത്, അതിലായിരുന്നെങ്കിൽ നമുക്കൊരു 14 ആക്കാമായിരുന്നു. പക്ഷെ അത് സെറ്റ് ചെയ്യണം. കാരണം സെറ്റ് ചെയ്തൊരു വൈബാണ് നമുക്ക് ഓൺ ചെയ്തൊക്കെ നോക്കുമ്പോഴേ, ചാനലൊക്കെ എടുത്ത് നോക്കുമ്പോൾ. പിന്നെ നമ്മൾ ബൂംസ്റ്റർ ബൈറ്റി ബ്രോയുടെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ പറയും. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ ആ ബ്രോ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അല്ല, ബ്രോ എന്ന് വിളിക്കണമെങ്കിൽ അത് ഫ്രണ്ട് തന്നെ അല്ലേ? തന്നെ. നമുക്ക് അത്യാവശ്യം ആരൊക്കെയോ ഇറങ്ങി പോണ്, ആരൊക്കെയോ പറഞ്ഞ്, എന്തൊക്കെയാണോ എന്തോ. പിന്നെ മറ്റേ നിങ്ങളിൽ ആരെങ്കിലും ഇല്ലേ ബസ് കൊടുക്കായിട്ടുണ്ടെങ്കിൽ എനിക്ക് തരണേ. കാരണം ഞാൻ പൈസ നിങ്ങൾക്ക് എത്ര വേണോ തരാം, കുഴപ്പമില്ല. ഈ ഗെയിമിലത്തെ പൈസ, റിയൽ മണിയൊന്നുമല്ല, ഗെയിമിലത്തെ പൈസ എത്ര വേണോ ഞാൻ തരാം. ഒരു 40 മുകളിലോട്ട് ചോദിക്കില്ലേ, ഒരു 40. കാരണം 40 എൻ്റെ ഉള്ളൂ, 50 ഇല്ല. ടോപ്പ് എത്രയാണോ എന്തോ, 40 ഉദ്ദേശിച്ചത് 40 മില്യനൊന്നും അല്ല, 40 ലക്ഷം അത്രേ ഉള്ളൂ എൻ്റെ കയ്യിൽ. എന്തോന്ന് ജോയിൻ ചെയ്ത് കളിക്കണ. ഓക്കെ, അപ്പം നമുക്ക് നേരെ അപ്പം ഇനി പറപ്പിച്ച് വിടാം. അമ്മ അച്ചോ അയ്യോ. ഓക്കെ, ശുഭദിനം ആകെ. അപ്പം നമ്മൾ നേരെ അങ്ങനെ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കപ്പോൾ ഓഫ് റോഡൊക്കെ അടിച്ച് വരുമ്പോൾ അത്യാവശ്യം വണ്ടി നന്നായി ചെളി പിടിക്കും. പക്ഷേ ഈ ഗെയിമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഓഫ് റോഡ് സെറ്റൊക്കെയാണ്, നമ്മളെ കറക്റ്റ് റിയൽ ഓഫ് റോഡ് പോലെ. പിന്നെ ഞാനും ബ്രോയും ഫസ്റ്റ് വീഡിയോ എടുത്ത് ഈ ഒരു സ്പോട്ടിൽ നിന്നാണ് ഞാനും ബ്രോയും വീഡിയോ ഒക്കെ എടുക്കണത്. ബ്രോയുടെ LCയിൽ പജറോയുടെ സ്കിന്നൊക്കെ കയറ്റിയതും, പിന്നെ എൻ്റെ റേഞ്ച് റോവർ, റേഞ്ച് റോവറിൻ്റെ പേരെന്തായിരുന്നു എന്തോ, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. വണ്ടി മുമ്പോട്ട് പോട്ടെ. പോട്ട് അയ്യോ താഴെ പോയി. നമ്മളെന്തായാലും ഓഫ് റോഡ് വണ്ടിയിലിരിക്കണം, എന്നൊക്കെ ചാടിച്ച് കയറ്റാം. വണ്ടി മുകളിലോട്ട് കയറൂലേ, എന്തേലാട്ടെ. കൊള്ള ഗ്രില്ല് തേഞ്ഞുണ്ട്. ഓഫ് റോഡല്ലേ. ഇവിടെ ഓപ്പൺ ഒന്നുണ്ടോ, അതൊക്കെ ചവിട്ടി പിടിച്ച് കയറാം. വണ്ടി പറപ്പിച്ച് വിടുവാപ്പാ. പോട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടിയൊക്കെ ഒന്ന് പറപ്പിച്ച് സെറ്റാക്കിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യണം, സബ് ചെയ്യണം. കൂടാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാർ ഏതാണ്, ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ഏതാണ്, അതെല്ലാം താഴെ നിന്ന് കമൻറ്റ് ചെയ്തേക്കും വെച്ചാൽ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബർ ആരാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. കാരണം നിങ്ങൾ നമ്മളെ ഈ CPMലുള്ള ഏതെങ്കിലും ആളാണെങ്കിൽ നമുക്ക് അവരെയും കൊണ്ട് നമുക്ക് ഒരുമിച്ച് മൾട്ടിപ്ലെയർ കളിച്ച് നമ്മൾക്ക് വീഡിയോ ഒക്കെ ഇടാൻ നോക്കാം. പിന്നെ നിങ്ങളും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. നാളെ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നൈറ്റ് ഒരു 8 മണിയാകുമ്പോൾ നിങ്ങളൊക്കെ വാ. കാരണം അപ്പോഴേ നമുക്ക് വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഒരു സമയം കാണത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ലൊക്കേഷനൊക്കെ എത്തി, നമ്മളിവിടെ കറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി നേരെ തിരിച്ചു പോവുകയാണ്. അപ്പം ഇനി ഇവിടെ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഫുൾ ടാങ്ക് അടിച്ച ഫ്യൂൽ ഇപ്പം എന്താ ഏതാണ്ടൊക്കെ തീരാറായി. കൊള്ളാം. ഈ വണ്ടിക്ക് സസ്പെൻഷൻ കൂട്ടുള്ളതുകൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, വളച്ചപ്പം വണ്ടി ഒന്നിൽ തെന്നിപ്പോ അല്ലെങ്കിൽ മറിഞ്ഞു വീഴും. വണ്ടി ഫ്രണ്ടെല്ലാം പൊളിഞ്ഞ് ചളിഞ്ഞ്. ഇതുകൊണ്ട് വണ്ടിയിൽ ഇനി പണിയൊക്കെ ചെയ്യണ്ടേ.
ഓഹ്, അത് ആലോചിക്കുമ്പോൾ എന്തോ പോലെ. എന്താണോ എന്തോ അതെന്താടാ ഞാൻ അവിടെ ഇറക്കിയപ്പം നിനക്കൊക്കെ എന്ത് ധരിക്കണ ഫന്ന ഗെയിമുകാരന്മാര്. പിന്നെ ഇത് ഓഫ് റോഡ് മാത്രമല്ല, ഇതൊരു ഓഫ് റോഡ് റേസ് ട്രാക്കും കൂടിയാണ് മച്ചാന്മാരെ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഓഫ് റോഡ് എന്തെങ്കിലുമൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റാ റൈറ്റാ, എനിക്കത് എപ്പോഴും തെറ്റിപ്പോയി ലെഫ്റ്റും റൈറ്റും. സാരമൊന്നുമില്ല. അടുത്ത രണ്ടെണ്ണം കൂടെ ഇടിച്ച് ശുഭദിനം. ഓക്കെ, അപ്പം നമുക്ക് ഇനി വണ്ടി എടുക്കാം. ഇപ്പോഴേ വണ്ടിയിൽ ഫുള്ള് ചെളിയായി. കണ്ട, എൻ്റെ വണ്ടിയുടെ പുറകിൽ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചാനലിൻ്റെ. എല്ലാവരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തേക്ക്. അത് ഞാൻ ഈ ചാനലല്ലേ അതല്ലേ ഇതല്ലേ അത്. അപ്പോൾ നമുക്കൊന്ന് സെറ്റാക്കാം. അപ്പം നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. ഇവ എന്തോന്ന് ജോയിൻ ചെയ്ത് കളിക്കണ, ഇവരൊന്നും വേറെ പണിയില്ലേ എന്തോ. ഓക്കെ, അപ്പം നമ്മളങ്ങനെ നമ്മളെ റോഡിനടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അതെത്തി. പിന്നെ ഇവിടെ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം നമ്മളെ മറ്റേ കൂളൻറ്റിൻ്റെ സാധനങ്ങളൊക്കെ താഴെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതുപോലെ ഇടിച്ച് കഴിഞ്ഞാൽ തീർന്നു. പിന്നെ വണ്ടി ഓണായതിന് ശേഷം ടാസ്ക് ആയിരിക്കും. അയ്യോ, വഴി തെറ്റിന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും അപ്പോൾ ഇവിടെ നേരെ താഴേക്ക് ചാടാം. ചാടട്ടെ. ഹൊയ്. പൂച്ചയ്ക്കുണ്ടായത് എൻ്റെ വണ്ടി. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നേരെ മുമ്പിൽ നിന്ന് വണ്ടി വിടാം. എന്ത് മാപ്പ് നീങ്ങാത്ത? നമുക്ക് മാപ്പ് ഓഫ് ചെയ്തിടാം. ഓക്കെ, കാരണം എനിക്ക് ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള വഴിയല്ലേ എനിക്കറിയാം. അപ്പം നമുക്ക് നേരെ പെട്ടപ്പിച്ചനെ ഇവിടെ വണ്ടി. അമ്പോ, എന്ത് പറ്റി? സസ്പെൻഷൻ സെറ്റ് ചെയ്തിരിക്കുന്ന വണ്ടി അത്രയും കൺട്രോൾ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പം നമ്മളങ്ങനെ നമ്മളെ ലൊക്കേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി വണ്ടിയൊക്കെ ഇന്ന് കഴുകി സർവീസ് ചെയ്തൊക്കെ എടുക്കണം. പിന്നെ ഞാൻ പറയണില്ല, ചിലപ്പോൾ സൗണ്ട് കുറഞ്ഞാൽ സാധ്യതയുണ്ട് മച്ചന്മാരെ. ഓക്കെ, സെറ്റ്. നമ്മളിവിടെ നമ്മളെ ഏതൊരു ബ്രോ എത്തിയിട്ടുണ്ട് F1 ആയിട്ട്. കുഴപ്പമില്ല, നമുക്ക് കൊണ്ടുവിടാം. ബ്രോ പോയി. ഇതെന്തോന്നടേ? ഇപ്പം പണിഞ്ഞിറക്കിയുള്ളൂ വണ്ടി. മച്ചാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്ന് റീഡറാ അങ്ങനെ എന്താണ് ആപ്പിൻ്റെയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ റീഡിങ് ആപ്പാണ്. അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് റീഡൊക്കെ ചെയ്യാം. മലയാളമാണെന്ന് തോന്നുന്നു കൂടുതൽ. നിങ്ങൾക്കിങ്ങനെ വായിക്കാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പ് യൂസ് ചെയ്യാം. അത്യാവശ്യം നല്ലൊരു ആപ്പാണ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ ഇനി വണ്ടി ഒന്ന് പണിഞ്ഞിറക്കാം. ഓക്കെ കേസ്, അങ്ങനെ വണ്ടിയൊക്കെ നമ്മൾ പണിഞ്ഞിറക്കിയിട്ടുണ്ട് ഫുള്ളും. അപ്പം നമ്മളിപ്പോൾ നമ്മളെ കാർ സെയിലിൻ്റെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് വണ്ടി നേരത്തേക്ക് ഇവിടെ നിൽക്കണം. നമുക്ക് നേരെ അങ്ങോട്ട് അവിടെ ആരൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇതെന്തോന്നിട്ട് എൽ സി ഇതെന്തോന്ന്? കൊക്കക്കോളയാ? പെപ്സിയാ? പെപ്സി ഡെലിവറിയൊക്കെ അടിച്ചൊരു നമ്മളാ സൂപ്പർ M5 അല്ല കേട്ടോ, Mark 5.
ഒരു എൽ സിയുടെ വർക്ക് കൊള്ളാം കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട അവരുടെ വർക്ക് അവർ ചെയ്തിരിക്കുന്ന വണ്ടിയിൽ കൊള്ളാം. ഗുഡ് ബ്രോ, ഗുഡ് ഗുഡ് ഗുഡ്. നന്നായിട്ടുണ്ട് വർക്കാണ്. ഓക്കെ, അപ്പം വലുതായിട്ട് പറയാനൊന്നുമില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, കൂടാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഓക്കെ, ബൈ ഗൈസ്.